ദിവസം ദേശീയപാത ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എറണാകുളത്തെത്തി. സിനിമ സീരിയൽ താരമായ പ്രിയങ്ക ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. അപ്പൊ ഇവരൊരു നടി ആയതുകൊണ്ട് തന്നെ കുറെ മാധ്യമ പ്രവർത്തകർ കൂടി അതിലേറ്റവും കൂടുതൽ ചൊറിച്ചിൽ എപ്പോഴും ഉണ്ടാകാറുള്ള റിപ്പോർട്ടർ അവരുടെ കയ്യിൽ നിന്ന് ഒരു സംഗതി എരന്ന് വാങ്ങിക്കുന്ന കാഴ്ച ഇപ്പൊ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എനിക്ക് പുത്രിയല്ല, ഞാനിതത്ര കണ്ടേക്കണം. കാണാൻ വേണ്ടി ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ് എറണാകുളത്ത്. അപ്പൊ അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. അവർക്കറിയാം, കാരണം വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ ചെകഞ്ഞറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് മനുഷ്യരും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്, കേട്ടില്ല. മോദി ഭക്തയാണോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ പ്രധാനമന്ത്രി? മോദി ഭക്തയാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം അവർക്ക് ടൈറ്റിൽ കൊടുക്കാം, മോദിയോടുള്ള ഭക്തി മൂത്ത്, മോദിയോടുള്ള ആരാധന മൂത്ത് സ്ഥലത്തെത്തി പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലും കൊടുക്കും. അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. അല്ല, അങ്ങനെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്, അതുപോലെ ഒരു ആരാധനയാണോ എന്ന് അല്ല. ഇനിയിപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരാളങ്ങ് മനസ്സുകൊണ്ട് ആരാധിച്ചെന്ന് വെച്ചോ, അതിലിപ്പോ ആർക്ക് ആക്ഷേപം? നാട്ടുകാരുടെ കാര്യം നീ നോക്കണ്ട, ദാസൻ അവരെ പോലല്ലോ. നമ്മൾക്ക് സ്നേഹമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ കാണുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശമുള്ളൂ. അയ്യോ, സ്നേഹം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല പ്രിയങ്ക ചേച്ചിയെ. അതുങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറിയിട്ടു. അല്ലാതെ തമാശയൊന്നുമല്ല, നല്ല സീരിയസ് ആയിരുന്നു. എനിക്ക് ഒരു നിലപാടിനോട്, എന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. എന്റെ നിലപാട് എന്നും മുന്നിൽ നിൽക്കും. നിലപാടാണോ? രാഷ്ട്രീയ നിലപാടാണോ? എന്ത് കോപ്പിലെ ചോദ്യങ്ങളൊക്കെയാ മാപ്ര ചോദിക്കുന്നത്. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം, എന്നെ നാറ്റിക്കരുത്. ബിജെപിയുടെ പ്രത്യക്ഷ എന്തിനാണ് മാഷേ? ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ വരുന്നത്. പാഴുകള്, വെറും പാഴുകള്. ബിജെപിയുടെ പ്രത്യേക ക്ഷണമുണ്ടോന്ന് ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്കുക. ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. പിന്നെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. വരുന്നു, കാണുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും കാണണ്ട. ഈ മാപ്രയുടെയൊക്കെ ചോദ്യം കേട്ടാലുണ്ടല്ലോ, ഏതോ ഒരു തീവ്രവാദി എന്തോ കാണാൻ പോകുന്നു. നല്ല ദേശീയ ബോധവും പൗരബോധവും ഒക്കെ ഏതായാലും എല്ലാത്തിനും ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ മാപ്ര.